നമ്മൾ കട്ട് ചെയ്ത പീസുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇതാണ് നമ്മുടെ താഴ്വശത്തുള്ള പീസ്. ഇവിടെ ഇവിടെ അടിക്കാനോ ഇവിടെ അടിക്കാനോ ഉള്ളത് ഇതിങ്ങനെ നമുക്ക് കയറ്റി വെക്കാം. രണ്ട് വശത്തൊഴിക്കും അത് കയറ്റി വെക്കണം. അതുപോലെ കൈ കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ കൂട്ടിയടിക്കുമ്പോൾ കുറച്ച് ഭാഗം അങ്ങനെ പോകും. അതിന് താഴെയായിട്ട് ഈ കൈ ഇങ്ങനെ നമുക്കൊന്ന് വെച്ച് കൊടുത്തു. എല്ലാവർക്കും സ്വാഗതം. കഴുത്തകലം 2.25, ഷോളറ് 6.5 ഇഞ്ച്. ഈ നൈറ്റിയുടെ പീസ് ഇത് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് ഓപ്പൺ വരുന്ന രീതിയിലാണ് അത് മടക്കിയിട്ടിരിക്കുന്നത്. കൈക്കുഴി 7 ഇഞ്ച്. ഇത് പൊക്കം കുറഞ്ഞ ഒരാളാണ്. ബാക്ക് കഴുത്ത് 2.5 ഇഞ്ച്. ഇവിടെ സ്ക്വയറായിട്ട് നമ്മൾ ആ 2.5 ഇഞ്ച് തന്നെ 2.25 ഇഞ്ച് തന്നെ മുകളിൽ അടയാളപ്പെടുത്തി ആ 2.25 ഇഞ്ച് തന്നെ താഴെ അടയാളപ്പെടുത്തി സ്ക്വയർ വരച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഫ്രണ്ട് കഴുത്ത് 5 ഇഞ്ചാണ്. പൊക്കം കുറഞ്ഞ ആളാണ്, അതുകൊണ്ട് കഴുത്തൊന്നും ഒത്തിരി കൂടുതലായിട്ട് വേണ്ട. അതുപോലെ തന്നെ 48 ഇഞ്ച് മാത്രമാണ് ഇറക്കമുള്ളത്. വളരെ പൊക്കം കുറഞ്ഞ ചെറിയ സൈസാണ്. ഫ്രണ്ട് കഴുത്ത് ഇതുപോലെ തന്നെ സ്ക്വയർ വരച്ച് കൊടുത്തിട്ട് ഏത് സൈസ് നെക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇത് സിമ്പിളായിട്ട് റൗണ്ട് നെക്കാണ് വരച്ച് കാണിക്കുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട് കഴുത്ത് റൗണ്ടിന് പകരം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണിത്. ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ റൗണ്ട് അങ്ങ് മാറ്റിയിട്ട് ഇതേ രീതി വേണമെങ്കിൽ നമുക്ക് വരച്ച് കൊടുക്കാം. ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ചും കൂടെ കൂട്ടി 7.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ വരയ്ക്കുന്നു. ഒത്തിരി കുഴിച്ചവിടെ വരയ്ക്കരുത്, ഒരു ചെറിയ ഷേപ്പിൽ. അതിനുശേഷം യോക്ക് പീസ് 9 ഇഞ്ചിന് അടയാളപ്പെടുത്തുന്നു. ഇവിടെ നിന്നും നമ്മൾ വരച്ച 7.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു റൗണ്ടിലായിട്ട് ഒരു കർവ് ഷേപ്പിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ അടയാളപ്പെടുത്തി ആ 9 ഇഞ്ച് തന്നെ നൈറ്റിയുടെ മുകൾ ഭാഗത്ത് നിന്ന് നേരെ താഴേക്ക് ആ 9 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. നൈറ്റിയുടെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് 6 ഇഞ്ചാണ് കൈവണ്ണം വേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടി 7.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുന്നു. കൈയുടെ ഇറക്കം 7 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. 7 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ അടിവശം മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചും മുകളിലത്തെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ചുമായിട്ട് 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 8 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ആ 8 ഇഞ്ച് അതുപോലെ തന്നെ വെച്ചിട്ടാണ് ആ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. 3 ഇഞ്ച് അടയാളപ്പെടുത്തി എടുത്തുനിന്ന് കൈയുടെ വണ്ണം ഇട്ടേക്കുന്നിടത്തോട്ട് ഒരു ചെറിയ വര വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്കിൻ്റെ ഭാഗമാണ് ഇപ്പം കട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ കൈ അങ്ങ് വെട്ടി മാറ്റുവാണെങ്കിൽ അല്പം എളുപ്പമുണ്ടെന്ന് തോന്നി, അതുകൊണ്ട് കൈ വെട്ടി മാറ്റിയതിന് ശേഷം ബാക്കി വെട്ടാം. കൈയുടെ ഒരു ഫ്രണ്ട് പീസിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു കർവ് കൊടുക്കുന്നത് നല്ലതാണ്. അധികം ലൂസ് അവിടെ വരാതിരുന്നോളും. ഫ്രണ്ട് പീസിലാണ് ആ കർവ് കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഇനി അടിവശത്തെ ആ പീസിൽ നമ്മൾ 9 ഇഞ്ച് യോക്ക് പാർട്ട് അടയാളപ്പെടുത്തി അവിടെ നിന്ന് 1.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ ഈ കട്ടിങ് രണ്ടും കൂടെ എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുന്നു. കണ്ടോ, ഇത്ര ഭാഗം നമുക്ക് കിട്ടുള്ളൂ. ബാക്കി ഭാഗം നമുക്ക് താഴത്തെ പീസിൽ കിട്ടണം. അതിൻ്റെ ബാലൻസ് എന്തേരം വരുന്നുണ്ടെന്ന് നോക്കി അതിൻ്റെ തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് ബാക്കി താഴേക്ക് വരുന്ന പീസ് എന്തേരെയാണോ അതൊരു 2.5 ഇഞ്ച് കൂട്ടിയിട്ടാൽ ഇതിൽ നിന്ന് അളവെടുത്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇവിടെ ഇത് കണ്ടോ, 7.5 8 ഇഞ്ച് വന്നിട്ടില്ല. 7.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 7.5 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒരു 2.5 ഇഞ്ചും കൂടെ കൂട്ടി 8.5 9.5 അരയും 10 ഇഞ്ച് ആണ് വരേണ്ടത്. ആ 2.5 ഇഞ്ച് നമ്മൾ താഴത്തെ പീസിലാണ് അടയാളപ്പെടുത്തേണ്ടത്. 2.5 ഇഞ്ച് നമുക്ക് കിട്ടണം, അത് താഴത്തെ പീസിലാണ്. 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ടേപ്പ് വെച്ച് 2.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് ആ ഭാഗത്ത് അടയാളം കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ അവിടെ വരച്ചു കൊടുക്കണം. 2.5 ഇഞ്ച് വരുന്നിടത്ത് നിന്ന് ഇതുപോലെ താഴേക്കൊരു ഇതുണ്ട്, ഇതുപോലെ വരച്ചു കൊടുക്കണം.
അതിനുശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ കട്ട് ചെയ്തെടുത്തത് ശരിയാണോ എന്ന് നമുക്കിനി ഒന്ന് വെച്ച് നോക്കാം. ഇതുകൊണ്ടോ ഇതുപോലെ കറക്റ്റ് മോൾ ഭാഗത്ത് തയ്യൽ തുമ്പും കഴിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞൊറിവ് സൈഡിലേക്ക് പോകാതെ ഇങ്ങനെ ഒരു അടയാളം കൊടുക്കുന്നത് നല്ലതാണ്. നടുവിലും ഞൊറിച്ചിൽ വരുന്ന ഭാഗത്തും നമുക്കൊരു ചെറിയ കട്ടിട്ട് കൊടുക്കാം. അടിപ്പീസിൽ കഷക്കുഴിയുടെ അവിടുന്ന് ഒരു 6 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി ഒരു അടയാളം കൊടുക്കാം. അതിന് അങ്ങനെ ഈ പീസുകളെല്ലാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി തയ്ക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന യോക്ക് പാർട്ടിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കണം. ബാക്ക് കഴുത്ത് രണ്ട് പീസും കൂടെ ഒന്നിച്ചിട്ട് തന്നെയാണ് ബാക്ക് കഴുത്ത് വെട്ടി മാറ്റുന്നത്. ഫ്രണ്ട് പീസ് ഈ ഷേപ്പിലാണ് തയ്ക്കുന്നത്. നമ്മൾ ചോക്ക് കൊണ്ടാണ് ഈ പീസ് വരച്ചത്. അതുകൊണ്ട് ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നൂർത്ത് കഴിയുമ്പോൾ കഴുത്ത് ഫുള്ളായിട്ട് ഇതിൽ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വരയുടെ പുറത്ത് ഭാഗത്തായിട്ട് 1/4 ഇഞ്ച് മാറ്റി അടിച്ചെടുത്താൽ മതി. ഇവിടെ ഒന്ന് തെളിച്ച് വരച്ചു കൊടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം ഫ്രണ്ട് ഓപ്പൺ ആക്കുന്നുണ്ട്. അവിടെ വെച്ച് കൊടുക്കാനായിട്ട് ഇതേ ഈ കഴുത്ത് വെട്ടിയതിൻ്റെ ആ ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പീസ് 2.5 ഇഞ്ച് വീതിയിൽ അത് കട്ട് ചെയ്തെടുക്കുന്നു. മറു സൈഡിൽ വെക്കാനായിട്ട് ഒരു 1.25 ഇഞ്ച് വീതിയിൽ ഏകദേശം 1.25 ഇഞ്ച് വീതിയിൽ മറു സൈഡിൽ വെക്കാൻ ഒരു പീസും വെട്ടിയെടുത്തു. ബാക്ക് വയ്ക്കാനുള്ള ക്രോസ് പീസും വെട്ടി. 48 ഇഞ്ച് ഇറക്കം കിട്ടിയാൽ മതി ഈ നൈറ്റിക്ക്. അതുകൊണ്ട് 48 ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ 2.5 ഇഞ്ചും കൂടെ കൂട്ടി 48, 49, 50 ഇഞ്ച് 51 ഇഞ്ച് ഇട്ടേച്ച് ബാക്കി ഒരു പീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ പീസാണ് ആ പീസിലേക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തയ്ക്കുന്ന വീഡിയോയും ഇടുന്നുണ്ട്. എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത് അതിൽ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.